ഗുഡ് മോർണിംഗ്. ഫ്ലൈയിങ് ഇന്നിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രാവിലെയാണ്. 4:30 മണിയായി. അപ്പോൾ ഇന്ന് ഞാൻ ഒരു യാത്ര പോകുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണ്. അതെനിക്ക് മാത്രമല്ല കുറേ പേർക്ക് അങ്ങനെ തന്നെ. അതായത് വയനാടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നേരെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് എങ്ങനെ വയനാട് എത്താം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് രാവിലെ 5:15 വന്ദേ ഭാരതിൽ നേരെ കാലിക്കറ്റിൽ ഇറങ്ങും. അവിടുന്ന് ഒരു വണ്ടി റെൻ്റൽ എടുത്തിട്ടുണ്ട്, താറാണ്. അവിടുന്ന് ആ വണ്ടി എടുത്തിട്ട് നേരെ തിരുനെല്ലിയിലോട്ട് പോകും. അപ്പോൾ ഇന്ന് തന്നെ വയനാട് തിരുനെല്ലിയിൽ എത്താനാണ് പ്ലാൻ. സാധാരണ നമ്മൾ കാറിലാണ് പോകുന്നത്. കാറിൽ പോകുമ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ കോഴിക്കോട് അല്ലെങ്കിൽ നിലമ്പൂർ പോയി തങ്ങും. എന്നിട്ട് പിന്നെ അടുത്ത ദിവസമാണ് നേരെ പോകുന്നത്. കാരണം അങ്ങ് എത്തുമ്പോൾ രാത്രിയാവും. ഇത് അങ്ങനെയല്ല. ഇത് നേരെ നമ്മൾ കോഴിക്കോട് ഒരു 11-15 കോഴിക്കോട് എത്തും. അവിടുന്ന് ഇത് കാറെടുത്തിട്ട് റെൻ്റിലെടുത്ത് നേരെ ഒറ്റ വഴിയിൽ വയനാട് തിരുനെല്ലി. അപ്പം ഇനിയിപ്പം നമുക്ക് ഈ ഒരു യാത്രയുടെ കാഴ്ചകളാണ് ഈ വ്ലോഗിൽ. അപ്പം നല്ല രീതിയിൽ സന്തോഷമായിട്ട് വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ പോയിട്ട് തിരിച്ച് അതേപോലെ സേഫായിട്ട് സന്തോഷമായിട്ട് എത്തും എന്നുള്ള ഒരു ആഗ്രഹമാണുള്ളത്. അതങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് മുന്നിൽ സ്ക്രീനിൽ ഓൺ സ്ക്രീൻ. സാധാരണ നമ്മൾ കാറിലല്ലാതെ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാക്കുന്ന എൻ്റെ അടുത്ത മിത്രം മിസ്റ്റർ ജോസ്, പതിവ് പോലെ ജോസിൻ്റെ ഈ വാഹനത്തിൽ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ ഇന്ന് വന്ദേ ഭാരത് ലക്ഷ്യമാക്കി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലോട്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നമ്മുടെ യാത്രയുടെ പരിസമാപ്തി. അടുത്തതായി നമ്മുടെ ലക്ഷ്യം വന്ദേ ഭാരതിലേക്ക് കയറി പറ്റുക. ഈ പ്രാവശ്യം അക്ഷയ്ക്കാണ് പോയിൻ്റ്. ലേറ്റാകുമെന്ന് വിചാരിച്ചു, പക്ഷേ അക്ഷയ് നേരത്തെ എത്തി. ഇന്നലെ രാത്രി തന്നെ വന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഇവരിറക്കി വിടാനൊക്കെ പോയി, ഇത് പിടിച്ചു നിന്ന് അക്ഷയ്. അപ്പോൾ നമ്മൾ വന്ദേ ഭാരത് വരുന്നുണ്ട്, അവിടുന്ന് ദൂരെ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് E1 ബുക്ക് ചെയ്തിട്ടുണ്ട്. അക്ഷയ് രണ്ടാമതാണ് തീരുമാനിച്ചത്. അങ്ങനെ അക്ഷയ് E2 പോയി. E2 അക്ഷയ് E1 നമ്മൾ. അപ്പം നമ്മൾ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അക്ഷയ് താമരശ്ശേരി ചുരം? താമരശ്ശേരി ചുരം നല്ല അടിപൊളിയായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത് വേറൊന്നുമല്ല. നമ്മൾ ഈ കാറ് റെൻറ്റിനെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ സ്പീഡ് ഒരു 80 വരെ കട്ട് ഓഫ് ചെയ്യും. അതിന് മേളിലോട്ട് ഈ വണ്ടി പോകത്തില്ല. അപ്പം സ്പീഡ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരവൻ്റെ വണ്ടിയും കൊണ്ട് വരിക. അല്ലെങ്കിൽ ഈ 80 താഴെയുള്ള സ്പീഡിൽ, യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് അതാണ് സ്പീഡെന്ന് പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് 85-ലും 89-ലും പോകേണ്ടി വരുമ്പോൾ പറ്റില്ല. അത് മാത്രമാണ് പ്രശ്നം.
അബുസലിമിൻ്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. കൽപ്പറ്റ നോക്കിയപ്പോൾ ഇവിടെ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട്. കയറുന്നതിൽ എല്ലാവരെയും പോലെ ഞാനും കയറുന്നു. കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവരും കയറുന്നു, ഞാനും കയറുന്നു. വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാണ് സംഭവം. നോക്കിയാട്ടെ എന്തുകൊണ്ടെന്ന്. സ്പെഷ്യൽ മട്ടൻ കുറുമയുണ്ട്, സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ട്, സ്പെഷ്യൽ പാൽക്കപ്പയുണ്ട്, സ്പെഷ്യൽ ചോറുണ്ടോ? സ്പെഷ്യൽ എങ്കിൽ സ്പെഷ്യൽ ചോറും സ്പെഷ്യൽ കഞ്ഞിയുള്ളൂ. 80 കാലഘട്ടത്തിലെ മെനു. ഇവിടെ എന്തിനു കയറിയത്? ഫുഡ് കഴിക്കാൻ കയറിയത് ആണോ? ആണ്. വേണ്ടിയില്ലായിരുന്നു തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് കണ്ടറിയാം എന്തായിരിക്കും അവസ്ഥ. ഇങ്ങനെ ചോറ് വന്നു, അയല, മീൻ, തവ ഫ്രൈ, ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വന്നു. മിസ്റ്റർ സന്ദീപ് ഇവിടെ വന്നാണ് ബീഫ് ബിരിയാണി. ഫുഡ് കഴിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല എന്ന് പറയാം. അതിഭയങ്കരമായ രുചിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇവിടുത്തെ കണക്കിന് കുഴപ്പമില്ല. ഇതിലിപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ റെൻ്റെടുത്ത വണ്ടി, അതിന് ഞാൻ പറഞ്ഞില്ലേ സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഒരു നിശ്ചിത സ്പീഡിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല. ഒരു കണക്കിന് നല്ലതാണ്, കാരണം അത്ര വിശാലമായ റോഡുകളും ഒന്നുമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചൊക്കെ പോകുന്നത് ഏറ്റവും നല്ലത്. ഇതാണ് അബുസലിമിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിൽ നിന്നുള്ളൊരു കാഴ്ച. ഇതുവഴി വരുന്നവർക്ക് ഇറങ്ങാം, ട്രൈ ചെയ്യാം. നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുവിധം തിരക്ക് കുറഞ്ഞു. നമ്മൾ മാനന്തവാടി എത്താറായി. നമ്മൾ കൽപ്പറ്റ കഴിഞ്ഞിട്ട് നോർമൽ റൂട്ട് കറങ്ങി വരാം. അത് കുറച്ച് ചുറ്റാണ്. അതുകൊണ്ട് നമ്മളിപ്പം മാനന്തവാടിയിലേക്കുള്ള ഒരു ബൈപ്പാസ് റൂട്ടുണ്ട്. ആ റൂട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പം മാനന്തവാടിയുടെ റൈറ്റ് സൈഡിൽ ഒന്ന് കയറും. അത് ഇങ്ങനെ കറങ്ങി വരണം. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. വരുമ്പം നോക്കി വരണം ആൾക്കാർ. കൽപ്പറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കോ, പനമരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പനമരം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു പോസ്റ്റിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ കാണാം. ബോർഡില്ല, ശ്രദ്ധിച്ചോളാം. നമ്മുടെ കാട്ടിക്കുളം ലെഫ്റ്റ് എടുത്ത് കയറി തിരുനെല്ലി റൂട്ട് കയറി ഇനി അങ്ങോട്ട് കുറച്ച് ഫോറസ്റ്റാണ്. അപ്പോൾ ഈ കുറച്ച് ദൂരം കൂടെ ഇതുപോലുള്ള സ്ഥലങ്ങൾ ആൾതാമസമുള്ള സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ കാടെന്നാണ്. അപ്പോൾ അതായത് നമ്മൾ കാട്ടിക്കുളത്ത് നിന്ന് ലെഫ്റ്റ് കയറി തിരുനെല്ലി അമ്പലം പോകുന്ന റോഡ് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിലാണ്. ഈ ഏരിയയിൽ ഒരുവിധം ആനയൊക്കെ സൈറ്റിംഗ് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഈ വേനൽക്കാലം ആയതുകൊണ്ട് ഉണങ്ങി വരണ്ട് കിടക്കുന്നുണ്ട്. കംപ്ലീറ്റ് കരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി അടുത്തൊരു മഴ, അതുകൊണ്ട് മഴ കഴിയുമ്പോഴേ ഇവിടുത്തെ ഈ കളറങ്ങ് മാറി ഇവിടെ പച്ചപ്പാണ്. അതിന് മുമ്പ് ഇവിടെയൊക്കെ ഫുള്ളും ഡ്രൈ ലാൻഡാണ്. ഇപ്പം മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ തിരുനെല്ലി വരെ മെനക്കെട്ട് വന്നതെന്ന്. അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഈ ചൂടിൽ തിരുനെല്ലി വരെ വന്നു. പക്ഷെ അത് വയനാടിൽ നിന്നുള്ളൊരു ഇഷ്ടം തന്നെയാണ്. കാരണം മുമ്പൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പ്രാവശ്യം നല്ല നല്ല സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട്. നല്ല പിന്നെ പറയുക, ഇനി ടൈഗറിനെ വരെ കാണാൻ കഴിച്ചത്. ഇപ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഉണ്ണിയപ്പ കടയുണ്ട്. ആ ഉണ്ണിയപ്പ കടയുടെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ 2 വർഷം മുമ്പ് ടൈഗറിനെ കണ്ടില്ല. റോഡിൽ ഇരിക്കുകയായിരുന്നു. രാത്രി നമ്മളൊരു 10-10:30 മണിയാവും ആ സമയത്ത്. അന്ന് ആനയെ കണ്ടു, കാട്ടുപോത്തുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് ഇതൊന്നും കാണില്ല. കാരണം ഇപ്പം മൃഗങ്ങളൊന്നും കാട്ടിനകത്തല്ല, എല്ലാം നാട്ടിലാണ്. അതൊക്കെ ഈ പനമരം ഭാഗത്തോട്ടൊക്കെ പഞ്ചായത്ത് ഏരിയ കേന്ദ്രീകരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സമ്മേളനം.
ഇതാണ് ഉണ്ണിയപ്പ കട. അക്ഷയ്, അതാണ് ഉണ്ണിയപ്പ കട. ഉണ്ണിയപ്പം വേണോ? ഉണ്ണിയപ്പം കട്ടൻ ചായയും. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്കത് കഴിക്കാം. അപ്പോൾ നമ്മൾ തിരുനെല്ലി അമ്പലത്തിൻ്റെ മുന്നിലെത്തി. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ തിരുനെല്ലി അമ്പലമാണ്. കുറച്ച് മുന്നേ പോയിട്ട് റൈറ്റ്. നമുക്ക് പോകേണ്ടത് നേരെയാണ്. നമ്മുടെ റിസോർട്ട് ക്ലോവ് എന്നാണ് പേര്. ക്ലോവ് സാധാരണ സീസൺ ടൈമിലൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഇതാണ് തിരുനെല്ലി. തിരുനെല്ലി അമ്പലം പോകുന്നത്. നമുക്ക് നേരെ പോകാം. അങ്ങ് പോകാം, അമ്പലം അങ്ങോട്ട് പോകാം. മീറ്റർ റിസപ്ഷൻ അറിയാലോ. താഴെ പാർക്കിംഗ് നിർത്തില്ല. അവിടെ റോഡ് പണിയും പരിപാടിയൊക്കെ ആയതുകൊണ്ട് നേരെ ഡയറക്റ്റ് മേലെ പോകണം. അതെ, റിസപ്ഷനിൽ പോയിട്ട് റിസപ്ഷനിൽ ഓക്കെ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. കുട്ടയിലോട്ട് കൊണ്ടുപോകാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ കട ഉണ്ടല്ലോ, ഈ കട ഒരു ചേട്ടൻ സ്ഥിരമായിട്ട് ഇവിടെ വെച്ചോണ്ടിരുന്നത്. അത് ഇപ്പോൾ താഴെ ആക്കി. ഇവിടെ ആനയുടെയും ശല്യം കാരണം ഇവിടെ താഴെ ആക്കിയത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങാം. ഇവിടെ നല്ല നെല്ലിക്ക ഉപ്പിലിട്ടതും ഉപ്പിലിട്ട പൈനാപ്പിളും അങ്ങനെയൊക്കെയുള്ള എല്ലാം കിട്ടും. തോൽപ്പട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഫോറസ്റ്റ് സഫാരിയൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കുറച്ച് റിസോർട്ടുകളും ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു മുൻപ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമനും പിന്നെ ആനിമൽസുമായിട്ടുള്ള ക്ലാഷ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു വാച്ചറിനെ ടൈഗർ പിടിച്ചായിരുന്നു ഇവിടെ. അയാളെ കൊന്നു. അത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ബോഡിയെ കിട്ടിയത്. അത് മാത്രമല്ല ഇവിടെ എലിഫന്റ് അറ്റാക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് ഇപ്പോൾ സഫാരി സ്റ്റോപ്പ് ചെയ്തേക്കുന്നു. ഇപ്പം ഇവിടെ വൈൽഡ് ലൈഫ് സഫാരിക്ക് ഇല്ല. അപ്പോൾ അതിപ്പം തൽക്കാലം സ്റ്റോപ്പ് ചെയ്തേക്കുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു അകത്ത് പോയി കാണുക എന്നുള്ളത് ഇപ്പോൾ പോസിബിൾ അല്ല. പിന്നെ ഈ സ്ഥലത്ത് ഇത് നമുക്കിപ്പോൾ കർണാടക ബോർഡറുമായി വളരെ അടുത്തെത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം. അവിടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയാണ്. പക്ഷേ ഇത് ഇവിടെയൊക്കെ വരും കുറച്ച് ഉള്ളിലോട്ടാണ് സഫാരി. ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു സൈറ്റിംഗ് കിട്ടുള്ളൂ. എന്തെങ്കിലും പിന്നെ ഈ ജീപ്പിൻ്റെയൊക്കെ ശബ്ദങ്ങൾ കാരണം ഇതൊക്കെ ഉള്ളിലോട്ടാണ് പോകും. പിന്നെ ഇതൊന്നും പുറത്തോട്ട് ഇറങ്ങത്തില്ല. പിന്നെ അതുപോലെ തന്നെ ആ നേരെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രീൻ കളർ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് സഫാരി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴേ സഫാരി ജീപ്പ് പോകുന്നുണ്ട്. ഈ ജീപ്പിലാണ് പോകുന്നത് സഫാരി. ഈ ജീപ്പിൽ ഇപ്പോൾ ഉള്ളിലൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഈ പരിസര പ്രദേശത്തൊക്കെ ജീപ്പ് പോകുന്നു. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഒന്ന് ഇറങ്ങി അന്വേഷിച്ച് നോക്കാം. വൈകുന്നേരം സഫാരി ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇവിടെ വരാത്തവർ വന്ന് ഇതൊക്കെ ഒന്ന് കാണണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണുക. യഥാർത്ഥ വനം എന്താണെന്ന് ആ വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ വന്ന് കാണുക. വയനാട് ഇതിന് ഇഷ്ടപ്പെട്ടതാണ്. ചിലപ്പോൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് പ്രാവശ്യങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ വരരുത്. മാർച്ച് ഏപ്രിൽ മെയ് സീസണിൽ വരണ്ട. മഴക്കാലത്ത് വരുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു ആംബിയൻസ് കിട്ടുന്നത്. ഇവിടെയൊക്കെ പച്ച നിറമായിരിക്കും, ഫുൾ പച്ചപ്പായിരിക്കും. ഇപ്പോൾ എല്ലാം ഒരു ഡ്രൈ ലാൻഡ് പോലെ നമുക്ക് തോന്നും. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡർ വരുന്നത്. ഇവിടെയാണ്. ഇതാണ് നമ്മുടെ കേരള കർണാടക. ഈ വരുന്ന ഈ ക്യാമറ വെച്ചിരിക്കുന്ന ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കേരളം തീരുകയാണ്. ആ കാണുന്നത് കർണാടക
ചെക്ക് പോസ്റ്റാണ്. നമ്മൾ ഇത് കേരള പോലീസിൻ്റെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഒഫീഷ്യലി നമ്മൾ കർണാടകത്തിലോട്ട് കയറുകയാണ്. ഇതുകൊണ്ട് ഈ ബോർഡ് കണ്ടോ, നന്ദി പറയുകയാണ് നമുക്ക് കേരളം അന്ന് പേര്. അങ്ങനെ കുട്ടയിൽ എത്തി. നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിൽ, ഇവിടുത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറേ സാധനങ്ങൾ വാങ്ങണമായിരുന്നു. ഒരു ഹെയർ ഓയിലും ഒക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് റിസോർട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഈ കുട്ട എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ, ചെറിയൊരു ഗ്രാമം. കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് ലിക്കർ ഷോപ്പാണ്. കാരണം ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ കേരളമല്ലേ, അവിടെ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ആ സ്ഥാപനം ത്രൂ അല്ലേ നമുക്ക് ലിക്കർ വാങ്ങാൻ പറ്റും. കർണാടകത്തിൽ അതല്ലല്ലോ പോളിസി. കർണാടകത്തിൽ നമുക്ക് ഈ ഒരു ചെറിയ കടകൾ ഇഷ്ടംപോലെ കാണും. മദ്യപിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങി മദ്യപിക്കാം. പക്ഷേ ഇത് വാങ്ങിക്കൊണ്ട് തിരിച്ച് കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിൽ നല്ല പണി കിട്ടും. അതാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കുട്ടയിൽ നിന്ന് ലിക്കർ വാങ്ങിക്കൊണ്ട് കേരളത്തിലോട്ട് പോകാൻ ശ്രമിക്കരുത്. ചെക്ക് പോസ്റ്റിൽ ഉറപ്പായിട്ട് കൈ കാണിക്കും, പിടിച്ചാൽ നല്ല ഫൈനും ആവും. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു ചായക്കടയുണ്ട്, ചെറിയൊരു കട. അവിടെ നിന്ന് ഒരു ചായ കഴിച്ച് പതിയെ നമുക്ക് പോവാം. കൂടുതലും കുറച്ചും കൂടെ ഒന്ന് ഈവനിങ് ആയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈറ്റിങ് കിട്ടും. ആനയോ എന്തെങ്കിലും കാണാം.